ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്? സർദാർ കെ എം പണിക്കറാണ്. സർദാർ കെ എം പണിക്കറാണ്. രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? ഉത്തരം 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയും ചൈനയുമാണ്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂരാണ്. കാൺപൂരാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ലക്നൗവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ അല്ലേ. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. 2016 ഡിസംബർ 31 മുതൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം ചക്രവാദമാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അതാണ് ഉത്തരം. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. എന്താണ് ക്ലിഫ്? ഉത്തരം ഏതാണ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ്? സി ആണ്. ടെറായി ആണ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് ഏതാണ്? ശബരിഗിരി പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം കൊൽക്കത്തയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. 2ഉം 3ഉം ഉൾപ്പെടുന്നവയാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഈ പ്രസ്താവന ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരിക. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. 1ഉം 3ഉം. അതായത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും ഉൾപ്പെടുന്നു. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, അത് തെറ്റാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. അത് തെറ്റാണ് കേട്ടോ. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തമാണ്. ദാദാഭായ് നവറോജി ഏതാണ്? ചോർച്ചാ സിദ്ധാന്തം അല്ലേ. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്?
പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് രണ്ടും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഈ 3 പേരും ആയിട്ടുണ്ട് കേട്ടോ. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരിയായ ഉത്തരമാണ്. 19ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1ഉം 2ഉം ആണല്ലേ. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവന. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്, അതായത് ഇന്നത്തെ മുംബൈ. ശരിയാണ്. ഇന്ത്യയുടെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്, അതും ശരിയാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് തെറ്റാണ്. ചണനാരല്ല. ഏതാണ്? പരുത്തിയാണ്. ചണനാര് ഏതാണ്? ഗോൾഡൻ ഫൈബർ ആണല്ലേ. അടുത്ത ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 91ാം ഭരണഘടനാ ഭേദഗതി. 2003 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഏതാണ്? യെസ്, സി ആണ് ശരി. അതായത് 2ഉം 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ശരിയാണ്. അതായത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ്? 3/2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. അത് തെറ്റാണ്. 3/2 ഭാഗമല്ല, 1/3 ഭാഗമാണ് ശരി കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2ഉം 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. 22ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 3ഉം 4ഉം ആണ്. ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവും. അത് മൗലിക അവകാശങ്ങളാണല്ലേ. അപ്പോൾ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യം പെടില്ല, പൊതു തൊഴിലിൽ തുല്യ അവസരം ഇത് രണ്ടും പെടില്ല. ഓപ്ഷൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന പെടും. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം എന്നിവയാണ്. അടുത്ത ചോദ്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നുള്ളതാണ് ചോദ്യം. മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സി വിജിലാണ്. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ ആണവോർജ്ജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ ആണവോർജ്ജം ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ് തെറ്റാണ്. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ് എന്നിവ തെറ്റാണ്. മദ്യനിയന്ത്രണം സംസ്ഥാനമാണ്, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ മൂന്നാമത്തെ ഇത് തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? കിരൺ റിജിജു ആണല്ലേ. കിരൺ റിജിജു ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. അതായത് 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്.
ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ശരിയാണ്. അതുപോലെ തന്നെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, അതും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. 1993 ഡിസംബർ 11 അല്ല, 1998 ഡിസംബർ 11 കേട്ടോ. അപ്പോൾ 27 ഉത്തരം ബി ആണ്. 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് എൻ്റെ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്. അതായത് അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയാണ്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന് ശരിയാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് അതും ശരിയാണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉത്തരവായിട്ട് വരിക വി ശിവൻകുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റ് 9 ആണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ എല്ലാവർക്കും അറിയാം, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? NS മാധവൻ. 2024 NS മാധവൻ. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു, ഇവയിൽ ശരിയായ ജോഡികൾ എവ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായി വരും ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. അതായത് പൾപ്പ് കാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം ശരിയാണ്. സിമൻറ്റം പല്ലിനെ മോണൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല്ല്, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി വരിക. 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു, ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് ശരിയായ ജോഡി? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം വരിക. 2 മാത്രം ശരിയായ ജോഡിയാണ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ, ബാക്കിയെല്ലാം തെറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതിൻ്റെ ഓപ്ഷൻ ബി 2 മാത്രമാണ് വരിക. അതായത് അമൃതം ആരോഗ്യം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? എന്നുള്ളതാണ് ഉത്തരം. ഇതിൻ്റെ ഉത്തരവും ബി ആണ് വരുന്നത്. 2 മാത്രമാണ്. അതായത് ഹീമോഫീലിയ, സിംഗിൾ സെൽ അനീമിയ എന്നതാണ് ശരി. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരി. 1 മാത്രമാണ് ശരി. അതായത് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല, ഈ പ്രസ്താവനയാണ് ശരി. ബാക്കിയെല്ലാം തെറ്റാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ശ്രദ്ധിക്കണം. 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3 ശരി ഉത്തരം. അതായത് സൗദി അറേബ്യയാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 ഉത്തരം. അതായത് നൈജീരിയയാണ് ശരി ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഉത്തരം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. 43 എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സെക്കൻഡാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. -8 സെൻറ്റിമീറ്റർ ആണ്. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്.
47-ാമത്തെ ചോദ്യം, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് ഏത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഉത്തരം കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം FeCl3H2 ഉണ്ടാകുന്നു. 49-ാമത്തെ ചോദ്യം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 10 ആണ്. 10. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഏതാണ് ഉത്തരം? ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. TiO2 ആണ്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമം. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? കാക്കനാടാണ്. 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 53-ാമത്തെ ചോദ്യം, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആൻ്റണിയാണ്. PJ ആൻ്റണിയാണ്. 54-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 മാത്രം ശരി. അതായത് മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഈ പ്രസ്താവന മാത്രമാണ് ശരി. ബാക്കി രണ്ടും തെറ്റാണ്. 55-ാമത്തെ ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ഉത്തരം EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണനാണ്. 56-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അത് ശരിയാണ്. അതുപോലെ തന്നെ 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവന ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. 57-ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിനാണ്. 58-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ജയ്പാൽ സിംഗ് ആണ്. 59-ാമത്തെ ചോദ്യം, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഉത്തരം ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. 60-ാമത്തെ ചോദ്യം, HTML-ൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഓപ്ഷൻ IMG ആണ്. 61-ാമത്തെ ചോദ്യം, ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം റൗട്ടറാണ്. 62-ാമത്തെ ചോദ്യം, IT ആക്ട് പ്രകാരം ഇന്ത്യയിൽ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? ഉത്തരം സർട്ടിനാണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം ഉത്തരം സ്കാനറാണ്. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടണം എന്നായിരിക്കണം നിയമം അനുശാസിക്കുന്നത്? ഉത്തരം 1 തവണയാണ്. ഒരു തവണയെങ്കിലും മീറ്റിംഗ് നടന്നിരിക്കണം. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് അവരുടെ കാലാവധി? 3 വർഷമാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ
ആരാണ്? ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്കാണ്. 68ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 69ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ഉത്തരം 6 ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങൾ ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഉത്തരം 150 71ാമത്തെ ചോദ്യം, ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 45. Z = x + yയിൽ x = -10 y = 3 ആയാൽ z എത്ര? ഇതിൻ്റെ ഉത്തരം -7 ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി 16. അടുത്ത ചോദ്യം, 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാന്ദ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 19 ഉത്തരം. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിലെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 35. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എത്രയാണ്? 23. 18 - 6 ÷ 3 × 4 ബോർഡ് മാസ് ആണല്ലേ. ഏതാണ് ഇതിൻ്റെ ഉത്തരം? ഉത്തരം 10. അടുത്ത ചോദ്യം എന്താണ്? -2/3³ × 3/5² എത്രയാണ് ഇതിൻ്റെ ഉത്തരം? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം, -8/75 ആണ്. 79ാമത്തെ ചോദ്യം, 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 18.69 ഉത്തരം. 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? 512 ഉത്തരം. 81ാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ്. ഇനി, മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു eavesdrop ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഫൈൻഡ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഈവ്സ്ഡ്രോപ്പ് എന്ന് വെച്ചാൽ ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്? ചൂസ് ദ സ്യൂട്ടബിൾ റിലേറ്റീവ് pronoun from the options given. ഏതാണ് ഉത്തരം? വൂ ആണ് ഉത്തരം വരിക, വൂ ആണ്. മാർട്ടിൻ ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the option. ഏതാണ് ഇതിൻ്റെ ഉത്തരം വരിക? ലീസ്റ്റ് ആണ് വരിക, ലീസ്റ്റ് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. ആൻസർ എക്സ്പെൻസീവ് ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, എക്സ്പെൻസീവ് ആണ്. 85ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർബ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർബ് പ്ലസ് അഡ്വേർബ് പാറ്റേൺ? ഉത്തരം ബ്രേക്ക് ത്രൂ ആണ്, ഓപ്ഷൻ എ ആണ് വരിക, ബ്രേക്ക് ത്രൂ ആണ്. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelled words. ഏതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്, ഡിസെൻഡൻസ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 87ാമത്തെ ചോദ്യം, ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് ഡാഷ്. യൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡിഡൻറ്റ് ഇറ്റ് ആണ് വരിക. ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഉത്തരം ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്, ലെറ്റ് ദ വിൻഡോസ് ബി ക്ലോസ്ഡ്. The principal ordered a dash of paper to print the student's hall ticket. Fill in the blank using the most suitable collective noun from the options given.
89-ാം ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? റീമാണ് വരിക, റീമാണ്. ദ മാനേജർ ആസ്ക്ഡ് രാജി, വൈ ഡിഡ്ന്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ? ദ മാനേജർ ആസ്ക്ഡ് രാജി ഡാഷ് കംപ്ലീറ്റഡ് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. അതാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് അല്ലേ. വൈ ഷീ ഹാഡിൻ കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത മലയാളമാണ്. 91-ാം ക്വസ്റ്റ്യൻ. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. സന്ധി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് സന്ധി? ആദേശസന്ധിയാണ് അല്ലേ, ആദേശസന്ധിയാണ്. ക്ലിംബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നപുംസകമാണ് കേട്ടോ, നപുംസകമാണ്. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മഞ്ഞാണ് ഉത്തരം കേട്ടോ. ശരിയല്ലാതെ വിപരീത പദരൂപം ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഉപജയം അപജയം എന്നുള്ളതാണ് ശരിയല്ലാതെ വിപരീത പദരൂപം. 95 സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ഏതാണ്? ആ, ഈ, എ ആണ് ചുട്ടെഴുത്തുകൾ. 96-ാമത്തെ ചോദ്യം. ചതിയില്ലാതിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ ബി ആണല്ലേ, ആണല്ലേ. പ്രവർത്തിക്കരുത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കവി, കവിയത്രി. അതല്ലേ തെറ്റല്ലേ? അതാണ് തെറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. 98-ാമത്തെ ചോദ്യം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഒറ്റപ്പദം ഏത്? പിപടിഷു അല്ലേ, പിപടിഷു ആണ്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സല്ലിംഗ ബഹുവചനം. അവസാന ക്വസ്റ്റ്യൻ. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമെന്ത്? ഓപ്ഷൻ ഡി, തെങ്ങാണ് കേട്ടോ, തെങ്ങാണ്. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൺലി ഫോർ. അതായത് രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ എന്നത് തെറ്റാണ്. ഹിന്ദിയാണ് അവിടെ വരേണ്ടത്. ബാക്കി 3ഉം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ രൂപീകരിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 2, മുസോളിനിയുടെ വാക്കുകളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ്. ഉത്തരം ഓപ്ഷൻ എ, ഓൺലി 1, പതിറ്റു 10 ഉത്തരം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശവേലി ചരിതമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, മൂഷക വംശ മഹാകാവ്യമാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 3 and 4, സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. അത് തെറ്റാണ്. അത് വൈക്കം സത്യാഗ്രഹമാണ് വരിക. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീചിത്ര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. അതും തെറ്റാണ്, തിരുവിതാംകൂറാണ് വരിക. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൻ്റെ ഉത്തരമായി വരിക ഓപ്ഷൻ എ ആണ്, ഓൺലി 2 and 4. അത് രണ്ടും ശരിയാണ്. അതായത് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ 4ാമത്തെ പ്രസ്താവനയായിട്ടുള്ള ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അതും ശരിയാണ്. ഇതിൻ്റെ ഉത്തരം ഓൺലി 2 and 4. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, ഓൺലി 1, 2 and 3. ഉഷ്ണമേഖല ഇലപുഴയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ശരിയാണ്. ധാതുക്കളുടെ കലവർ എന്ന് വിളിക്കപ്പെടുന്നു, ശരിയാണ്. ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തെറ്റാണ്. ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലമാണ്. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, കൽക്കരിയാണ് ഉത്തരം.
താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ 4 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഓൺലി 1 സെപ്റ്റംബർ 16 ആണ്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബോവ് ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. നെല്ലുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്, ശരിയാണ്. ഒരു ഖാരിഫ് വിളയാണ്, ശരിയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു, ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം, അതും ശരിയാണ്. അടുത്ത ചോദ്യം, 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, 2, 3 ശരിയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരിക. പ്രസ്താവന 1 1974 മുതൽ 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്, ശരിയാണ്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി, ശരിയാണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു, ശരിയാണ്. 3 പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായി വരിക ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ നിങ്ങളെ 2 ഗ്രൂപ്പായി തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. അത് 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓപ്ഷൻ ഡി സഹകരണ ബാങ്ക് LIC, അത് ശരിയല്ല. ബാക്കി 3ഉം ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് RBI എന്നറിയപ്പെടുന്നു, ശരിയാണ്. വാണിജ്യ ബാങ്ക് SBI ശരിയാണ്. പുതുതലമുറ ബാങ്ക് ICICI ശരിയാണ്. ലിസ്റ്റ് 1ൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2ലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. അത് ഞാൻ പറയാം. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അലോഹധാതുക്കളെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നാണ് പ്രസ്താവന. അത് തെറ്റാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അടുത്ത ചോദ്യം, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം പശ്ചിമ ബംഗാൾ, 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 3ാം സ്ഥാനത്ത് പഞ്ചാബ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? 16 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്റ്റ് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീരിലാണ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു, ശരിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. 1ഉം 2ഉം ശരി, 3 തെറ്റ്. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്, ശരി. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്, ശരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്, തെറ്റാണ്.
1947 ഡിസംബർ 9-നാണ് കേട്ടോ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മെഡിസപ്പ് ആണ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996-ലാണ്. വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു എന്നുള്ളത് തെറ്റാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 2022 ആൻ്റണി ഡൊമിനിക് ആണ്. നിലവിൽ 2026 ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം വൃക്കയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 3. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു, തെറ്റാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു, തെറ്റാണ്. 2, 4 ശരിയാണ്. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാരമായി തീരുന്ന അവസ്ഥയാണ് ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് ഓപ്ഷൻ എ നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 4. 1, 4 ഇതിൻ്റെ ഉത്തരമായി വരിക. അതായത് പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ശരിയാണ്. ആൻഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ ശരിയാണ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയയാണ്. കാർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? 2018 ഒക്ടോബർ. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബം ആയിരിക്കും, ശരിയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും, ശരിയാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏത്? പാസ്കൽ നിയമമാണ്. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? ഓപ്ഷൻ സി 4 മടങ്ങ്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISRO പദ്ധതിയുടെ പേര് ഗഗയാൻ. ഗുരുത്വതരങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമേ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ആ പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, അലുമിനിയത്തിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം? ബാംഗ്ലൂരാണ്. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിള മുകളിലേക്ക് വരും തോറും? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടുന്നു. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം. രാജാ രവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഉമയുടെ തപസ്യ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? ഉത്തരം വള്ളത്തോൾ. കപട ലോകത്തിൽ എന്നൂടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികളാണിവ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്.
ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏതു രാജ്യത്താണ്? ഇംഗ്ലണ്ട്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്വൻ ബച്ചാവോ ആന്തോളനവുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? കോഡ്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? കീബോർഡ്. ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. പ്രസ്താവന എ. നിയമസഭാ സ്പീക്കറുടെ കൈവശം ഉള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം പാർലമെൻറ്റിലോ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിനു കാരണമാക്കുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതിലേതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. അതായത് നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന പ്രസ്താവന തെറ്റാണ്. അതുപോലെ തന്നെ അടുത്ത പ്രസ്താവന ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. 3 മാത്രം തെറ്റായ പ്രസ്താവനയാണ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയാനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പരിധിയിൽ വരില്ല എന്ന പ്രസ്താവന തെറ്റാണ്. ബാക്കി 2 പ്രസ്താവനയും ശരിയാണ്. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തൻ്റെ മകളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, സെഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വിധിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി എക്സിനും വൈക്കും തുല്യമായി. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? ഇതിൻ്റെ ഉത്തരം എയും ബിയും മാത്രം. അതായത് പരാതിക്കാർക്ക് നിയമപരമായ അവകാശമില്ലെങ്കിലും എതിർകക്ഷികളൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള വിലക്കുള്ള ഉത്തരവ്, പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? ഉത്തരം 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഉത്തരം മിസിസ് രേഖ ശർമ്മ. ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ ഇപ്പോൾ വിജയ് കിഷോർ രഹിത്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം 29 and 30 ഓപ്ഷൻ സി ആണ്. വൈ അക്ഷം പ്രതിസാമ്യത അക്ഷമായി എടുത്താൽ 3, 4 ബിന്ദുവിൻ്റെ പ്രതിബിംബമായി വരുന്ന ബിന്ദു ഏത്? ഡി ആണ് ഉത്തരം -3 and 4. ഒരു സമാന്തര ശ്രേണിയിലെ പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ പൊതുവ്യത്യാസം. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, അബു സലീം എന്നിവർ അവർ ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 6000. 31² വിലയെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എഴുതിയാൽ അവസാനത്തെ എണ്ണൽ സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം. ഉത്തരം 9:8. ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യഗണത്തിലെ ഒരംഗം 3 + √7 ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്ര? ഉത്തരം 2 ആണ്. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഈഗിയോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി.
ഉത്തരം സി 40 ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഉത്തരം എ 2 ആണ് ഉത്തരം. √2 സ്ക്വയർ n = 1024 ആയാൽ n = എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 20 ആണ്. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്ന് ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗം എടുത്ത് ചായ ഇട്ടു എങ്കിൽ ചായക്കടുത്ത പാൽ എത്ര ലിറ്റർ എന്നാണ് ചോദ്യം. 1/2 ലിറ്റർ. ചേഞ്ച് ഇൻ ദി ഇൻഡയറക്റ്റ് സ്പീച്ച്. I visited Mumbai last week, said Rani. Which of the following is the correct one? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റാണി said that she had visited Mumbai the previous week. What does the prefix extra mean in the word extraordinary? ഉത്തരം beyond. Find out the suitable article from the choices given below. Dash Eve is a female sheep. A. ഉത്തരം. Identify the correct plural form for stimulus. Stimuli. Find out the correct answer for the conditional sentence. If you had studied well, you dash get the first rank. Would have got is the answer. Fill in the blanks with the current degree of comparison. The exam is dash easy than the last one. Answer is B, easier. What is a synonym of sore? That question deleted. Select an appropriate question tag for the following sentence. I am an artist. Answer, aren't I? Find out the meaning of the word apartheid. Answer, separateness. What is a masculine gender for duchess? Answer, duke. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ, സതീർത്ഥ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നതിനർത്ഥം വരുന്ന പദം ഏത്? വിവക്ഷ. ദിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? മധുരം. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? ഉത്തരം സി ആണ്, കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ശ്വസം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശിങ്കിടി പാടുക. ചുമ എന്നർത്ഥം വരുന്ന പദം ഏത്? കാസമാണ്. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക. കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാമികൾ. വെയിൽനാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം? വെയിലിൻ്റെ നാളം.